തീവ്ര ഹിന്ദുത്വ നേതാവല്ലെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒന്നാമനുമായ കുമ്മനം രാജശേഖരൻ നയം വ്യക്തമാക്കുന്നു. ഓഖി ദുരന്തമുണ്ടായപ്പോൾ തീരദേശത്ത് ആദ്യം ഓടിയെത്തിയത് താനാണ്. ഓഖി ദുരന്തമുണ്ടായപ്പോൾ തീരദേശത്ത് ആദ്യം ഓടിയെത്തിയ നേതാവ് ഞാനാണ്. ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെയും വിവരം ധരിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. നഷ്ടപരിഹാര തുക കൂട്ടണം, കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയം രൂപീകരിക്കണം. അക്കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി. ഇതൊക്കെ ചെയ്ത താൻ എങ്ങനെ തീവ്ര ഹിന്ദു നേതാവാകുമെന്നും കുമ്മനം രാജശേഖരൻ ചോദിക്കുന്നു. അഴിമതിയും അക്രമവും ഉൾപ്പെടെയുള്ള യാതൊരു തരത്തിലുമുള്ള ആരോപണങ്ങളും ഇല്ലാത്തയാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നേരിടാൻ CPM എടുത്ത് പ്രയോഗിക്കുന്ന ആക്ഷേപമാണ് തീവ്ര ഹിന്ദു എന്നത്. കുമ്മനം എന്ന വ്യക്തിയെ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരിട്ടറിയാം. സാമൂഹ്യ പ്രവർത്തകനായും രാഷ്ട്രീയ നേതാവായും അവർക്കൊപ്പം എന്നും നിന്നിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് താമര വിരിയിപ്പിക്കാനാകുമെന്നും കുമ്മനം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷമായി MP ആയിരുന്ന ശശി തരൂർ തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന മണ്ഡലത്തിന് വേണ്ടി കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല. അത് ജനങ്ങൾക്കും അറിയാം. അത് തന്നെയാണ് തന്റെ ആത്മവിശ്വാസമെന്നും കുമ്മനം പറയുന്നു. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനൊപ്പം കൈകോർക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും BJP-യെ തോൽപ്പിക്കണമെന്നാണ് പറയുന്നത്. കോൺഗ്രസിനെതിരെ അവരൊന്നും പറയുന്നില്ല. അതാണ് BJP പ്രവർത്തകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജം. ജനം ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തരൂരിന്റെ കയ്യിൽ നിന്ന് BJP സീറ്റ് തിരിച്ചു പിടിക്കും. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കരുതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറയുന്നു. മണ്ഡലകാലത്ത് മുഖ്യമന്ത്രിയും കോടിയേരിയും ലിംഗനീതി ഉയർത്തിപ്പിടിച്ചാണ് ശബരിമല വിഷയത്തിന്റെ പേരിൽ പ്രചരണം നടത്തിയത്. വനിതാ മതിൽ ഉൾപ്പെടെ തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് BJP-ക്ക് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് ആയുധമാക്കിക്കൂടാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇക്കാര്യത്തിലുള്ള നിലപാടിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ടെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. മത്സരിക്കാൻ നല്ല നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് LDF സിറ്റിംഗ് MLA-മാരെ കളത്തിലിറക്കിയതെന്നും കുമ്മനം ആരോപിച്ചു. മത്സരിച്ചു തോറ്റാൽ രാഷ്ട്രീയ വനവാസം നേരിടേണ്ടി വരുമെന്ന് പലരും ഭയക്കുന്നു. മിസോറാം ഗവർണറായിരുന്ന ഞാൻ രാജിവെച്ചാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതുപോലെ LDF-ന്റെ 6 MLA-മാരും രാജിവെച്ച് മത്സരിക്കട്ടെ. ഗവർണർ പദവിയിൽ നിന്ന് അനിശ്ചിതത്വത്തിലേക്കാണ് ഞാൻ ചാടിയതെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. ഞാൻ എന്റെ പാർട്ടി പറഞ്ഞത് അനുസരിക്കുകയാണ് ചെയ്തത്. ജനങ്ങളെ സേവിക്കുന്നതിനുള്ള കുറെ കൂടെ വലിയൊരു പ്ലാറ്റ്ഫോമായാണ് രാഷ്ട്രീയത്തെ കാണുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതാണ് എന്നെ സംബന്ധിച്ച വലിയ സന്തോഷവും സംതൃപ്തിയും. കുമ്മനം നയം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.